നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ എന്റെ അസുഖത്തെക്കുറിച്ച് ഞാൻ പറയാം. എനിക്കുണ്ടായിരുന്ന അസുഖത്തെക്കുറിച്ച് ഞാൻ പറയാം. ഈ 18 വർഷത്തോളമായി, ഇപ്പം 18 വർഷത്തോളമായിട്ട് എനിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതേപോലെ തന്നെ അത് കഴിച്ച് അവസാനം എന്റെ കാലിന്റെ വിരൽ തറയിൽ തൊട്ടാൽ അറിയാത്തൊരു അവസ്ഥയായി. വിരലെല്ലാം പൊട്ടി ഒലിച്ച് ഒരു നാശകോശമായെന്ന് തന്നെ പറയാം. ആയി ശരീരത്തിന് മൊത്തത്തില് വേദനയും എന്താ പറയേണ്ടതെന്ന് എനിക്ക് എന്നെ അറിയില്ല. കാരണം പറയുമ്പോഴത്തേക്ക് അത്രയ്ക്ക് അവശനായിപ്പോയി ഞാൻ. ഈ ഗുളിക 7 ഗുളിക ഒരു ദിവസം 7 ഗുളിക വീതം കഴിച്ചുകൊണ്ടിരുന്നതാണ്, ഒരു ദിവസം പോലും മുടങ്ങാതെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അൾസറും കൂടെ വന്നത്. അൾസറും കൂടെ വന്നപ്പോഴത്തേക്ക് ആകെ പ്രശ്നമായി. ഹോസ്പിറ്റലില് 3-4 മാസത്തോളം ഹോസ്പിറ്റലിൽ പോയി ചികിത്സ ചെയ്ത് മാറി കഴിച്ചു. എന്നിട്ടൊന്നും എന്നിട്ടും അത് കഴിഞ്ഞില്ല. എന്നിട്ടും എനിക്ക് ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. കുറഞ്ഞ 10 ദിവസത്തോളം വെള്ളം മാത്രം കുടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് അവസാനം ഞാൻ വിദേശത്താണല്ലോ, എങ്ങനെയെങ്കിലും നാട്ടിൽ കയറി പോവാം എന്നുള്ളൊരു ധാരണയിൽ നിന്നപ്പോഴാണ് നമ്മുടെ തിരുരയിലുള്ള സംസ്ഥാന സമ്മേളനം നടന്നു. അതിന്റെ വീഡിയോ കാണാനായിട്ട് ഇടയായത്. അന്ന് തൊട്ട് ഞാൻ തുടങ്ങി യൂറിൻ തെറാപ്പി. അതായത് ഞാൻ തുടങ്ങിയ ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 12/10/2022 ഒരു വ്യാഴാഴ്ച ദിവസമാണ് തുടങ്ങിയത്. പിന്നെ ഇതുവരെ ഞാൻ നിർത്തിയിട്ടില്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം യൂറിൻ തെറാപ്പി ചെയ്തതിന് ശേഷം ആദ്യം 2 പ്രാവശ്യമായിട്ടാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അതായത് രാവിലെയും വൈകിട്ടും. പിന്നെ എനിക്ക് തോന്നി അത് മാത്രം പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് 3 നേരമാക്കി, പിന്നെ അത് 4 നേരമാക്കി, പിന്നെ അത് 5 നേരമാക്കി. ഇപ്പൊ എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ കുടിക്കുകയാണ്, ഞാനൊന്നും കളയുന്നില്ല. അത് രാവിലെ 4 മണിക്ക് യൂറിൻ കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു 7-7:30 മണിയാകുമ്പോഴത്തേക്ക് കിട്ടുന്ന യൂറിൻ അത് ഏകദേശം ഒരു ലിറ്ററിനടുത്ത് വരും. എന്നിട്ട് അത് പിടിച്ചു വെച്ചിട്ടാണ് ഞാൻ അത് പഴകിച്ച് ഞാൻ ശരീരത്തിൽ തേക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ശരീരത്തിൽ പഴകിയ യൂറിനും തേക്കുന്നുണ്ട്, ദിവസവും തേക്കുന്നുണ്ട്. ദിവസം തേച്ചിട്ട് സോപ്പില്ലാതെയാണ് കുളിക്കുന്നത് കേട്ടോ. സോപ്പില്ലാതെയാണ് കുളിക്കുന്നത്. സോപ്പ് തേച്ചിട്ടില്ല, കോട്ടൺ തുണി ഉരച്ച് കഴിയാണ് ഞാൻ കുളിക്കുന്നത്. 1.5 വർഷത്തിൽ കൂടുതലായി സോപ്പ് ഉപയോഗിച്ചിട്ട്. അതേപോലെ തന്നെ ഗുളിക നിർത്തിയത് ഏകദേശം ഇപ്പോ 8 മാസത്തോളായി. 8 മാസത്തോളമായിട്ട് കംപ്ലീറ്റ് 7 ഗുളിക നിർത്തിയിട്ടപ്പം ഗുളികയൊന്നും ഇല്ലാതെ കഴിയുകയാണ്. അതാണ് എന്റെ അസുഖത്തിൽ ഉണ്ടായിരുന്ന എന്റെ അസുഖങ്ങൾ കംപ്ലീറ്റ്. പിന്നെ അത് പോരാഞ്ഞിട്ട് ആഹാര ക്രമീകരണം ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ എണിച്ചിട്ട് മുളപ്പിച്ച പയറ്, മുളപ്പിച്ച ഉലുവ, ഒരു 10-18 ഈത്തപ്പഴം, പിന്നെ ഓറഞ്ച് അല്ലെങ്കിൽ പഴം, അങ്ങനെയുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ്, ഏതെങ്കിലും ഒക്കെ ഐറ്റംസ് ചേർത്ത് ഒരു ജ്യൂസ് കുടിച്ചിട്ട് അത് രാവിലെയുള്ള നാസ്തയാകും. അതിനുശേഷം ഒരു 11 മണിയോടുകൂടി പിന്നെ യൂറിൻ കുടിക്കും. യൂറിൻ കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് അപ്പോൾ കുറച്ചേ കിട്ടുള്ളൂ, ഒരു 200 മില്ലിക്ക് അകത്ത് വെച്ചേ കിട്ടുള്ളൂ. അത് കുടിച്ച് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഒരു 500 മില്ലി പുറത്തു വരും. അപ്പൊ അതും കൂടെ കഴിച്ച് 12 മണിക്ക് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ 1.5 മണിക്ക് നമുക്ക് ആഹാരം അത്ര കഴിക്കേണ്ടി വരില്ല. ഒരു 2 സ്പൂൺ ചോറ് കൊണ്ടൊക്കെ നമ്മളെ കാര്യങ്ങളെല്ലാം കഴിയും. 2 സ്പൂൺ ചോറും മറ്റുള്ള പച്ചക്കറി, പിന്നെ അതേപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്ത് അത് കഴിക്കും. അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4-4:30 മണിയാകുമ്പോഴത്തേക്ക് കിട്ടുന്ന യൂറിൻ കുടിക്കും. അതിനുശേഷം പിന്നെ ഒരു 5-5:30 മണി, 5:30 മണിക്ക് 6 മണിക്ക്, അതായത് ഇവിടെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ബാങ്ക് വിളി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ ആ വൈകിട്ടുള്ള ആഹാരം കഴിച്ചിരിക്കും. കഴിച്ചതിന് ശേഷം പിന്നെ കിട്ടുന്ന യൂറിനും വെള്ളവും മാത്രമേ കഴിക്കുള്ളൂ. ഒരു 15-16 മണിക്കൂർ ഞാൻ എന്റെ വയറ് കാലിയാക്കിയത്. അങ്ങനെ ഞാൻ ചെയ്ത് പരീക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് 2 ആഴ്ച കൊണ്ട് എന്റെ ഷുഗർ കംപ്ലീറ്റ് കുറഞ്ഞു. എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കിയാലും 100-100 താഴേക്ക് നിൽക്കുള്ളൂ. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി ശ്രീ പ്രവീൺ കുമാറാണ് നമ്മളോട് അദ്ദേഹത്തിൻ്റെ യൂറിൻ തെറാപ്പി അനുഭവം വിവരിച്ചത്. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.